ഹലോ, ഇന്ന് നമ്മളൊരു അടിപൊളി പിസ്സയായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ പിസ്സ നമ്മൾ തയ്യാറാക്കുന്നത് 3 സ്റ്റെപ്സ് ആയിട്ടാണ്. പിസ്സ ബേസ് നമ്മൾ ആദ്യം തയ്യാറാക്കും, പിന്നെ പിസ്സയുടെ സോസ്, പിന്നെ ടോപ്പിങ്സ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പിസ്സയുടെ ബേസാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റാണ് ഉള്ളതെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഡ്രൈ ഈസ്റ്റും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത മിശ്രിതമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനാവശ്യമായിട്ട് ഉപ്പ്, പിന്നെ 2 ടീസ്പൂൺ ഓയിൽ നമുക്ക് വേണം. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ആ ഒലിവ് ഓയിൽ എടുക്കുക. പിന്നെ ഇളം ചൂടുവെള്ളം വേണം ഇത് മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ചപ്പാത്തി പരുവത്തിൽ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക, പഞ്ചസാര, പിന്നെ ആ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് 2 വലിയ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ചായിട്ട് ഇളം ചൂടുവെള്ളം ആഡ് ചെയ്തെടുക്കുക. കിട്ടും. നമ്മളിത് നന്നായിട്ട് പിഴഞ്ഞെടുക്കുക. നല്ല സോഫ്റ്റ് ആവണം മാവ്. നിങ്ങൾക്ക് പാത്രത്തിൽ വെച്ച് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ല മയത്തിൽ മാവ് എടുക്കുക. നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചൊരു ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാത്രത്തിലോട്ടും. കാരണം ഈ മാവ് പൊന്തി വരുമ്പോഴേക്കും പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മളിത് ചെയ്യുന്നത്. ഒന്ന് നന്നായിട്ട്. ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ റാപ്പിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് മൂടി വയ്ക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ അതിൻ്റെ ലിഡ് കൊണ്ടോ ഒന്ന് അടച്ച് ഒരു 2 hours റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അടുത്ത് നമ്മൾ പിസ്സ സോസ് പ്രിപ്പറേഷന് വേണ്ടി ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്, 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 7-8 ചെറിയ അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസ് സവോള. ഇത് ഇത്രയും നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത് ഇത് തണുത്തതിന് ശേഷം നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നതാണ്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് കറക്റ്റ് വേവായോ എന്ന് നോക്കാനായിട്ട് ഒരു തക്കാളി എടുത്തിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് റിമൂവായി വരുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു വെടുപ്പ് കണക്കൊക്കെ തോന്നും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഈ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് തണുത്തതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. അതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് ഇട്ട് എന്നിട്ട് ഈ തക്കാളി ഉണ്ടല്ലോ, ഈ തക്കാളിയുടെ തൊലി നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടാവൂ. നമ്മൾ തക്കാളിയുടെ തൊലിയൊക്കെ വെന്ത് വരുമ്പോഴേക്കും അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഇതെല്ലാം നമ്മൾ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഒലിവ് ഓയിലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന ഈ മിശ്രിതം നമ്മൾ നമ്മുടെ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ ഉണക്കമുളക് നമ്മൾ ചതച്ചെടുത്ത് അല്ലെങ്കിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തൊന്ന് എടുത്തതാണ്. ഇതിന് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കുരുമുളക്, കുട്ടികൾക്കൊക്കെ ഈ കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നമ്മളത് കുറച്ച് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ അളവ് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒറിഗാനോ മസ്റ്റായിട്ടൊന്ന് ആഡ് ചെയ്യാൻ നോക്കുക. ഒറിഗാനോയുടെ ഫ്ലേവറാണ് പിസ്സ സോസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
പിസയുടെ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പിസയിലോട്ട് അപ്ലൈ ചെയ്യത്തുള്ളൂ. ഇത് നമുക്കൊരു 2 വീക്സോളം ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ടോപ്പിങ്സിന് വേണ്ടി ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ എടുത്തിട്ടുണ്ട്, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടോപ്പിങ്സിന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കുരുമുളകും സോയ സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, മുളക് പൊടി, ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഗരം മസാല, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഒത്തിരി ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കത്തില്ല, ആവശ്യത്തിന് കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ ഇത് ഷാലോ ഫ്രൈ ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് ചെയ്യാവുന്നതാണ്. പിസയുടെ ടോപ്പിങ്സിന് വേണ്ടി ഞാനിവിടെ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മേക്ക് ചെയ്ത് വെച്ച പിസയുടെ സോസ്, പിന്നെ ഒലിവ് ഓയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ പ്ലേറ്റിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഒണിയൻ ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ട് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം 3 വെറൈറ്റീസ് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്, റെഡ്, യെല്ലോ, ഗ്രീൻ, പിന്നെ ഒറിഗാനോ. ഇത്രയും കൊണ്ടാണ് നമ്മൾ പിസയുടെ ടോപ്പിങ്സ് തയ്യാറാക്കുന്നത്. നമ്മുടെ പിസയുടെ ഡോ അറൗണ്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് കൈവച്ച് ഒന്ന് പിഴഞ്ഞെടുത്തതിന് ശേഷം ഇത് നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. കാരണം 2 പിസയാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു പീസ് നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മുടെ പിസ മേക്ക് ചെയ്യുന്ന പ്ലേറ്റ് എടുത്തിട്ട് അതിലൊന്ന് ഓയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റിലോട്ട് ഒട്ടിപ്പിടിക്കും. ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ മാവ് വെച്ചതിന് ശേഷം നന്നായിട്ട് പിസയുടെ ഷേപ്പിൽ ഒന്ന് പ്രസ് ചെയ്ത് നല്ലൊരു ഷേപ്പ് വരുത്തിയെടുക്കുക. നമ്മുടെ പിസയുടെ ബേസ് നമ്മൾ നന്നായിട്ടൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ അറ്റം ഇച്ചിരി പൊങ്ങി വേണം ഇരിക്കാനായിട്ട്. സാധാരണ സെൻറ്ററിനെ അപേക്ഷിച്ച് അറ്റം പൊങ്ങിയിരിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഒരു ഫോർക്ക് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുത്തിട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. കാരണം നമ്മളിങ്ങനെ കുത്തിടുന്നത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരത്തില്ലേ, പൊങ്ങി വന്ന് അതൊരു ലെയറായിട്ട് മാറും. അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മളിത് കുത്തിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് കുത്തിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിസ്സ സോസ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പിസ്സയുടെ സോസ് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇതിൻ്റെ ഒത്തിരി അറ്റത്തോട്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. പിസ്സയുടെ സോസ് എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മൊസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ മൊസറല്ല ചീസ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ക്യാപ്സിക്കം, ആ ഗ്രീൻ ക്യാപ്സിക്കം വച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ടോപ്പിങ്സിന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസുകൾ നന്നായിട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് ഓരോ പീസിനും കിട്ടത്തക്ക രീതിക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കുക.
ഗ്രീൻ ക്യാപ്സിക്കം വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് യെല്ലോ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം റെഡ് ക്യാപ്സിക്കവും കൂടെ വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ഡെക്കറേഷനനുസരിച്ച് നമ്മളത് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ കൂടെ നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്തൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ നമ്മളൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒറിഗാനോ കൂടെ നമ്മൾ ഇതിൻ്റെ പുറത്തൂടെ ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൊസറല്ല ചീസ് എടുത്തിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്സ ഇവിടെ ഓവൻ ഇല്ലാതെയാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ചുവട് കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുത്ത് അടുപ്പത്ത് വെക്കുക. അതിൻ്റെ പുറത്ത് കുറച്ച് ഉപ്പ് നമ്മൾ തട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. റിങ് ഇല്ലെങ്കിൽ ഒരു കുഞ്ഞു ബൗളോ ഏതെങ്കിലും പാത്രങ്ങളുടെ അടപ്പോ എടുത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓവൻ പിസ്സ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്തിടുന്നത് കണക്ക് നമ്മൾ ഇവിടെയും നമ്മുടെ പാത്രം നമ്മളൊന്ന് 10 മിനിറ്റ്സ് മുമ്പ് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിടുകയാണ്. പ്രീ ഹീറ്റ് ചെയ്തിട്ടതിന് ശേഷമാണ് നമ്മൾ പിസ്സ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലേറ്റ് എടുത്ത് നമ്മൾ ഇതിൻ്റെ പുറത്തോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ പാത്രം ഏതാണ്ട് ചൂടായിട്ടുണ്ട്. നമ്മളിനി പിസ്സ എടുത്ത് നമ്മൾ അതിനുള്ളിലേക്ക് നമ്മൾ വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് അറൗണ്ട് ഒരു 50 മിനിറ്റ്സിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ പിസ്സ ഏതാണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് പുറത്തോട്ട് എടുക്കാം. നമ്മുടെ പിസ്സ ഇവിടെ കറക്റ്റായിട്ട് നല്ലൊരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു നമ്മുടെ ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ലൊരു ഇതായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഓവൻ ഇല്ലാതെയും നമ്മുടെ പിസ്സ നമുക്ക് വീട്ടിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. ബൈ ബൈ.